എന്തുകൊണ്ട് തോറ്റു? ശബരിമല തൊടാതെ കീഴ്ഘടകങ്ങൾക്ക് 22 ചോദ്യങ്ങളുമായി CPM. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റു എന്നത് കണ്ടുപിടിക്കാൻ 22 ചോദ്യങ്ങളുമായി സൂക്ഷ്മ പരിശോധനയ്ക്ക് CPM. വോട്ട് ചേർത്ത കണക്ക് മുതൽ വോട്ട് നഷ്ടപ്പെട്ടതുവരെ വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ട് കീഴ്ഘടകങ്ങൾക്ക് നൽകിയ ചോദ്യാവലിയുടെ പകർപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. CPMന്റെയും മുന്നണിയുടെയും പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ആരായുന്ന ചോദ്യാവലിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു, ശബരിമല തിരിച്ചടിയായോ തുടങ്ങിയ ചോദ്യങ്ങളില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം കണ്ടെത്തി തിരുത്തണമെങ്കിൽ സസൂക്ഷ്മമായ പരിശോധന വേണമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. വാർഡ് തലം മുതലുള്ള പരിശോധനയ്ക്കാണ് വിശദമായ ചോദ്യാവലി CPM തയ്യാറാക്കിയിരിക്കുന്നത്. സംഘടനാപരമായ വീഴ്ചകളും പരാജയത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് 22 ചോദ്യങ്ങൾ. എത്ര വോട്ടർമാരെ പുതുതായി ചേർത്തു? എത്ര പേരെ അതിൽ വോട്ട് ചെയ്യിപ്പിച്ചു? ഓരോ വാർഡിലും വോട്ടിനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തായിരുന്നു? പാർട്ടിയുടെ ദൗർബല്യങ്ങൾ എന്തായിരുന്നു? എന്നിവയാണ് പാർട്ടി സ്വയം പരിശോധിക്കേണ്ടവ. സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ചയുണ്ടായോ? പൊതു സ്വീകാര്യരായ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ വല്ല പോരായ്മയും സംഭവിച്ചിട്ടുണ്ടോ? മുന്നണിയുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നിവയും പരിശോധിക്കണം. UDFന്റെ പ്രവർത്തനവും BJPയുടെ നിലയും സൂക്ഷ്മമായി മനസ്സിലാക്കാനും ചോദ്യങ്ങളുണ്ട്. സർക്കാരിന്റെ നവംബറിലെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ചേരണമെന്ന പാർട്ടി തീരുമാനം എത്രത്തോളം നടപ്പായി എന്നതും ആരാഞ്ഞിട്ടുണ്ട്. താഴെത്തട്ടിൽ നിന്ന് ലഭിക്കുന്ന ഈ മറുപടികൾ ക്രോഡീകരിച്ചാവും CPM സംസ്ഥാന സമിതി വിലയിരുത്തൽ നടത്തുക. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMന് ഭരണം നഷ്ടപ്പെടാൻ കാരണം ആര്യ രാജേന്ദ്രനാണെന്ന് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം വലിയ ചർച്ചയാവുകയാണ്. പരിചയക്കുറവ് കാരണം പല അബദ്ധങ്ങളും സംഭവിച്ചുവെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂടി പങ്കെടുത്ത യോഗത്തിൽ വിലയിരുത്തലുണ്ടായി എന്ന് പറയുന്നു. ഇവരുടെ ഭരണത്തിൽ വേണ്ടത്ര മേൽനോട്ടം വഹിക്കാൻ കഴിയാതിരുന്നത് പാർട്ടി നേതാക്കളുടെ വീഴ്ചയാണെന്നും അഭിപ്രായമുയർന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ കയ്യിൽ ചെന്ന് ചേർന്നത് സംസ്ഥാനമൊട്ടാകെ പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയെന്നും ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏത് പ്രതിസന്ധിയിലും LDFനൊപ്പം ഉറച്ചു നിന്നിരുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ആര്യയുടെ പല പ്രവർത്തനങ്ങളും ജനങ്ങളെ കോർപ്പറേഷൻ ഭരണത്തിനെതിരാക്കി. കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടാൻ ഒരു കാരണം കഴിഞ്ഞ ഭരണസമിതിയുടെ തെറ്റായ ഭരണം കൂടിയാണ്. കോർപ്പറേഷനിലെ തോൽവിക്ക് പ്രധാന കാരണം തെറ്റായ സ്ഥാനാർത്ഥി നിർണയമാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തോൽവികളും തിരിച്ചടിയും വിശകലനം ചെയ്യാൻ വേണ്ടി സംസ്ഥാനത്തെ ജില്ലാ കമ്മിറ്റികളിൽ വിലയിരുത്തൽ യോഗം നടന്നു വരികയാണ്. സ്വർണ്ണക്കൊള്ളയും വെള്ളാപ്പള്ളിയും തിരിച്ചടി. CPM ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. ആര്യയെ കുറ്റപ്പെടുത്തി VK പ്രശാന്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. വെള്ളാപ്പള്ളി നടേശനുമായി മുഖ്യമന്ത്രി കാറിലെത്തിയത് തെറ്റാണെന്നും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ ദോഷം ചെയ്തെന്നും വിമർശനമുയർന്നു. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിൽ തെറ്റില്ല, എന്നാൽ അവിടെ യോഗി ആദിത്യനാഥിന്റെ ആശംസ വായിക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് നേതാക്കൾ ചോദിച്ചു. എല്ലാം ഭരണത്തിന് വിട്ടുകൊടുത്ത് പാർട്ടി മാറി നിൽക്കുന്നതിന്റെ കുഴപ്പമാണിതെന്നും വിമർശനമുയർന്നു. ശബരിമല കേസിൽ അറസ്റ്റിലായ A. പത്മകുമാറിനെതിരെ നടപടി വൈകുന്നതിനെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റിയിൽ ന്യായീകരിച്ചു. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതിൽ കുറ്റത്തിൽ വ്യക്തത വരാത്തത് കൊണ്ടാണെന്നായിരുന്നു വാദം. ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്ന CPM ജില്ലാ സെക്രട്ടറി V. ജോയ് അഭിപ്രായപ്പെട്ടു. ആഘാതം തിരിച്ചറിയാൻ കഴിയാതെ പോയതും സെക്രട്ടറി റിപ്പോർട്ടിൽ പറഞ്ഞു. മുൻ മേയർ ആര്യ രാജേന്ദ്രനെ വിമർശിച്ച് മുൻ മേയർ കൂടിയായ VK പ്രശാന്ത് MLA രംഗത്തെത്തി. മേയർ എന്ന നിലയിലുള്ള ആര്യയുടെ പ്രവർത്തനം ശരിയായില്ല. മേയർ ജനകീയമായി പ്രവർത്തിക്കണമായിരുന്നുവെന്നും പ്രശാന്ത് അഭിപ്രായപ്പെട്ടു. അതേസമയം പാർട്ടിയുടെ തിരുവനന്തപുരത്തെ തോൽവിക്ക് കാരണം വിഭാഗീയതയാണെന്നും ജില്ലയിലെ പാർട്ടിയിൽ വിഭാഗീയത രൂക്ഷമാണെന്ന് SP ദീപക് വിമർശിച്ചു. വിഭാഗീയത കൊണ്ടാണ് നഗരസഭയിൽ തോറ്റുപോയതെന്ന് ദീപക് ചൂണ്ടിക്കാട്ടി. ഏതായാലും തദ്ദേശത്തിൽ തോൽപ്പിച്ചത് വെള്ളാപ്പള്ളി, യോഗി, ശബരിമല. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ രൂക്ഷ വിമർശനം CPMന് ഒരു വലിയ ചോദ്യമായി തന്നെ മാറുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ കനത്ത തിരിച്ചടിക്ക് കാരണം സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളെന്ന CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയരുമ്പോൾ CPM പൂർണ്ണമായും പെട്ടുപോവുകയാണ്. പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് വെള്ളാപ്പള്ളി നടേശനുമായി മുഖ്യമന്ത്രി കാറിലെത്തിയത് തെറ്റായിരുന്നുവെന്ന് നേതാക്കൾ തുറന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ ദോഷം ചെയ്ത് അയ്യപ്പ സംഗമം നടത്തിയതിൽ തെറ്റില്ല, എന്നാൽ അയ്യപ്പ സംഗമത്തിൽ ചിലതൊക്കെ കാണിച്ചത് തെറ്റായി എന്നുള്ള വിമർശനം തന്നെയാണ് ഉയർന്നത്. ഇതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് നേതാക്കൾ യോഗത്തിൽ പരസ്യമായി തന്നെ ചോദിച്ചു. എല്ലാം ഭരണത്തിന് വിട്ടുകൊടുത്ത് പാർട്ടി മാറി നിന്നാൽ കുഴപ്പമാണെന്ന് നേതാക്കൾ പറഞ്ഞു തുടങ്ങി. തിരുവായ്ക്കെതിർവായില്ല എന്ന് ഇനി പിണറായിക്കും ഗോവിന്ദനും പറയാൻ കഴിയില്ലെന്ന് വ്യക്തം.